നമസ്കാരം അധ്യാപകരെ. സർവീസിലെ അധ്യാപകർക്ക് കഴിഞ്ഞ ഓഗസ്റ്റ് 8, 9 തീയതികളിലായി നടന്ന സ്പെഷ്യൽ കേഡറ്റ് പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്ത കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു അല്ലെ? എല്ലാവരും കാർബൺ കോപ്പി ഉപയോഗിച്ച് നിങ്ങളുടെ മാർക്ക് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തോ? ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ 100% ശരിയാണ് എന്ന് വിചാരിച്ചിരുന്ന ഒരുപാട് ചോദ്യങ്ങൾ പ്രൊവിഷണൽ ആൻസർ കീ വന്നപ്പോൾ മാറ്റങ്ങൾ ഉണ്ട് അല്ലെ? അപ്പൊ അങ്ങനെ മാറ്റങ്ങൾ വന്ന് നമുക്ക് ഒരുവിധം 90+ മാർക്കുള്ളവർക്കൊന്നും ടെൻഷൻ ഉണ്ടാവില്ല, കാരണം ക്വാളിഫൈഡ് ആയി എന്ന് ഉറപ്പാണ്. പക്ഷെ ഈ 1-2 മാർക്കിന് ബോർഡർ ലൈൻ നിൽക്കുന്ന അധ്യാപകരായിരിക്കും ഏറ്റവും കൂടുതൽ ടെൻഷൻ ആയിരിക്കുക അല്ലെ? ഇനി ഒരിക്കൽ കൂടെ എഴുതേണ്ടി വരുമോ, ഇനി എന്ത് ചെയ്യും എന്ന ആശങ്ക. അപ്പൊ നമ്മൾക്ക് 100% ശരിയാണെന്ന് തോന്നുന്ന പ്രൂഫ് വെച്ച് നമുക്കത് തെളിയിക്കാൻ സാധിക്കുന്ന ചോദ്യങ്ങളാണെങ്കിൽ നമുക്കത് ചാലഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അതായത് പരീക്ഷാ ഭവന്റെ സൈറ്റിൽ നമുക്ക് തരുന്ന ഒരു ചാലഞ്ചിങ് ഫോം ഉണ്ട്, കംപ്ലൈന്റ് രജിസ്ട്രേഷൻ ഫോം. ആ ഫോം പൂരിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് തെറ്റാണെന്ന് തോന്നുന്ന ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് ചാലഞ്ച് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മൾ സാധൂകരിക്കുന്ന ഒരു പ്രൂഫ് സഹിതം നമ്മൾ ചാലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ യഥാസ്ഥിതമുള്ള കാര്യം, അതായത് അത് അവർക്ക് തെളിയിച്ചു കഴിഞ്ഞാൽ, അതായത് അവർക്ക് തെറ്റുപറ്റിയതാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ തീർച്ചയായും അവരത് ഫൈനൽ കീ വരുന്ന സമയത്ത് തിരുത്തി നമ്മൾ റിയൽ ആയിട്ടുള്ള ആൻസേഴ്സ് തരികയോ, തെറ്റായ ചോദ്യങ്ങളാണെങ്കിൽ അത് ക്യാൻസൽ ചെയ്യുന്നതിലൂടെ നമുക്ക് 1-2 മാർക്ക്, അതായത് എത്ര ചോദ്യമാണോ ക്യാൻസൽ ആവുന്നത് അത്ര മാർക്ക് ലഭിക്കുകയോ ചെയ്യും. ഓക്കെ ആണല്ലോ? അതുകൊണ്ട് തന്നെ നിങ്ങൾ എഴുതിയ കാറ്റഗറിയിൽ നിങ്ങൾ എഴുതിയ ഓരോ പാർട്ടിനും ഈ പറയുന്ന നമ്മുടെ കംപ്ലൈന്റ് ഫോം എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്ത് അതിനകത്ത് സാധൂകരിക്കാവുന്ന ഒരു പ്രൂഫും അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് പരീക്ഷാ ഭവനിലേക്ക് അയച്ചു കൊടുക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ചാലഞ്ച് ഫോം ഫില്ല് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അതേപോലെ തന്നെ ഈ ചാലഞ്ചിങ്ങുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഡൗട്ടുകൾ, പ്രൂഫ് എവിടെ നിന്ന് കിട്ടും, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചാലഞ്ച് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിനായിട്ട് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൂടെ കമന്റ് ബോക്സ് കൊടുക്കുന്നുണ്ട്, അതിലേക്ക് കൂടെ ജോയിൻ ചെയ്യുക. ഓക്കെ ആണേ? അതേപോലെ തന്നെ നമ്മുടെ ഈ കംപ്ലൈന്റ് ഫോമും എന്ത് ചെയ്യാം, ഗ്രൂപ്പിലേക്ക് ഇട്ടുതരാം കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ടീച്ചേഴ്സ് നമുക്ക് ഒരുപാട് മാർക്ക് കുറഞ്ഞു പോയ ആരെങ്കിലും ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ കഴിഞ്ഞ സർവീസ് എക്സാം എഴുതാൻ പറ്റാതെ പോയ ആളുകൾ ഉണ്ടെങ്കിലോ, അടുത്ത എക്സാമിന് വേണ്ടി തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ സർവീസിലെ അധ്യാപകർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ബാച്ചുകളും അതോടൊപ്പം ജനറൽ കാഡറ്റിന്റെ പുതിയ ബാച്ചുകളും ആരംഭിക്കുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും ചെറിയ ഫീസിലാണ് നിങ്ങൾക്ക് വേണ്ടി കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോഴാണെങ്കിൽ ഇന്നും നാളെയും കൂടെ നിങ്ങൾക്ക് ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ ഓഫർ അവൈലബിൾ ആയിരിക്കും. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നമ്മുടെ ഒഫീഷ്യൽ നമ്പറായ 94465370 നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ കംപ്ലൈന്റ് രജിസ്ട്രേഷൻ ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യാൻ നോക്കാം. അപ്പൊ ഗ്രൂപ്പിന്റെ കാര്യം മറക്കണ്ട, താഴെ കമന്റ് ബോക്സ് കൊടുക്കുന്നുണ്ട്, അതിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലൈന്റ് ഫോമിന്റെ PDF നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് അത് പ്രിന്റ് എടുക്കാം. അതോടൊപ്പം തന്നെ ചാലഞ്ചിങ് ക്വസ്റ്റ്യൻസ്, പ്രൂഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാവുന്നതുമാണ്. ഓക്കെ, കേട്ടറ്റ് ഫെബ്രുവരി 2026 കാറ്റഗറി 1, 2, 3, 4 പരീക്ഷയുടെ താൽക്കാലിക ഉത്തര സൂചിക പരീക്ഷാർത്ഥികൾക്ക് പരിശോധിക്കുന്നതിന് വേണ്ടി പരീക്ഷാ ഭവന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ലഭ്യമാക്കിയിട്ടുള്ള അതേ മാതൃകാ പ്രകാരമാണ് നമ്മൾ കംപ്ലൈന്റ് സമർപ്പിക്കേണ്ടത്. പരാതിയോടൊപ്പം പരാതിയെ സാധൂകരിക്കുന്ന രേഖകൾ സഹിതം നിശ്ചിത മാതൃകയിൽ 19/8/2026 ശ്രദ്ധിക്കാം, 19/8/2026 ബുധനാഴ്ചയ്ക്ക് ഉള്ളിൽ എന്ത് ചെയ്യണം, ഈ പറയുന്ന മേൽവിലാസത്തിൽ സെക്രട്ടറി പരീക്ഷാ ഭവൻ, പൂജപ്പുര, തിരുവനന്തപുരം 12 എന്ന വിലാസത്തിൽ ലഭ്യമാക്കത്തക്ക വിധം ഒന്നില്ലെങ്കിൽ നേരിട്ടോ അതല്ലെങ്കിൽ തപാൽ മുഖാന്തരമോ ഈ പരാതികൾ എത്തിക്കേണ്ടതാണ്. ഒരു പാർട്ടിന് ഒരു ഷീറ്റ് എന്ന രീതിയിലാണ് ചെയ്യേണ്ടത്. അതായത് ഉദാഹരണത്തിന് സൈക്കോളജിയിൽ ഒരു ചോദ്യം തെറ്റുണ്ട്, മലയാളത്തിൽ ഒരു ചോദ്യം തെറ്റുണ്ടെന്ന് ഇരിക്കട്ടെ. സൈക്കോളജിക്ക് ഒരു ഷീറ്റ് വെക്കണം, മലയാളത്തിന് വേറെ ഷീറ്റ് നമ്മൾ കരുതേണ്ടതാണ്. കാറ്റഗറി 1 വേറെ ഷീറ്റാണ്, 2 വേറെ ഷീറ്റാണ്, 3 വേറെ ഷീറ്റാണ് കേട്ടോ. ഇപ്പൊ 2 എക്സാം എഴുതിയ ആളുകൾ ഉണ്ടെങ്കിൽ രണ്ടും കൂടെ ഒരു ഷീറ്റിലേക്ക് നമുക്ക് പൂരിപ്പിക്കാൻ സാധിക്കില്ല എന്ന കാര്യമാണ്. ഓക്കെ, ദെൻ പരാതികൾ അയക്കുന്ന ഫോർമാറ്റ് ഷീറ്റിൽ ഒരു കാറ്റഗറിക്ക് ഒരു പാർട്ട് എന്നിവയ്ക്ക് പരാതി മാത്രമേ ഉൾക്കൊള്ളിക്കാവൂ. വ്യത്യസ്ത കാറ്റഗറികൾക്കും പ്രസ്തുത കാറ്റഗറിയിലെ പാർട്ടുകൾക്കും പ്രത്യേക ഫോർമാറ്റുകൾ അല്ലെങ്കിൽ ഷീറ്റുകൾ പരിഗണിക്കേണ്ടതാണ്. ഓക്കെ അല്ലെ? ഇനി ഫോം നമുക്കൊന്ന് നോക്കാം. കാറ്ററ്റ് ഫെബ്രുവരി 2026. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് പേര് വിളിച്ചു ചോദിക്കുന്നുണ്ട്, 2-3 ചോദ്യങ്ങളിലൊക്കെ തെറ്റില്ലേ, നിങ്ങൾ അത് ചാലഞ്ച് ചെയ്യോ എന്ന് നമ്മളോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾക്ക് അത് ചാലഞ്ച് ചെയ്യാൻ സാധിക്കില്ല. ഉദാഹരണത്തിന് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി അത് ചാലഞ്ച് ചെയ്യാൻ സാധിക്കില്ല. കാരണം വെച്ചാല് നമ്മൾ എഴുതിയ കാറ്റഗറി ഏതാണ്, ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ഏതാണ്, കാര്യങ്ങൾ എല്ലാം വ്യക്തമായി തന്നെ അതിൽ നൽകണം. ഓക്കെ, അപ്പൊ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളാണ് അത് ചാലഞ്ച് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ ഇതിൽ നിങ്ങൾ കാറ്റഗറി 1 ആണോ, 2 ആണോ, 3 ആണോ, 4 ആണോ, നെയിം ഓഫ് ദ കാറ്റഗറി എഴുതുക. പാർട്ട് ആൻഡ് സബ്ജക്ട് സൈക്കോളജി, പാർട്ട് 1 സൈക്കോളജി, പാർട്ട് 2 മലയാളം എന്ന രീതിയിൽ എഴുതുക. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് അത് നമുക്ക് നോക്കാം, A ആണോ, B ആണോ, C ആണോ, D ആണോ എന്ന് അതിലുണ്ടാവും, അത് കൊടുക്കുക. ഇനി സെറ്റിന്റെ കോഡ് ഉണ്ടാവും, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു നമ്പർ ഉണ്ടാവും, ആ നമ്പർ എഴുതേണ്ടതാണ് കേട്ടോ.
ഇനി ക്വസ്റ്റ്യൻ ഇപ്പൊ എ കോഡ് പ്രകാരം നിങ്ങളുടെ ചോദ്യം 19ാമത്തെ ചോദ്യമാണ് തെറ്റെന്നിരിക്കട്ടെ. ഇപ്പൊ ഉദാഹരണത്തിന് കാറ്റഗറി 1 നമുക്കൊരു എ കോഡ് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതിൽ 19ാമത്തെ ചോദ്യത്തില് ഓപ്ഷൻ സിയും ഡിയും തമ്മിൽ ഇംഗ്ലീഷിലുള്ളതും മലയാളത്തിലുള്ളതും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ എന്ത് ചെയ്യണം, ക്യാൻസലേഷന് വേണ്ടി നമുക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അങ്ങനെ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ സീരിയൽ നമ്പർ 1 എഴുതുക, ക്വസ്റ്റ്യൻ നമ്പർ എഴുതുക, ഏതാണ് ഇപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ, ആ ചോദ്യം എന്താണെന്ന് എഴുതുക. ഇനി എന്നിട്ട് ആ ക്വസ്റ്റ്യന്റെ നമ്മുടെ പ്രൊവിഷണൽ ആൻസർ കീയിലുള്ള ഉത്തരം ഏതാണ്, ഇപ്പൊ തൽക്കാലം എ ആണ് വന്നിരിക്കുന്നതെങ്കിൽ എ എന്ന് കൊടുത്തിട്ട് അതിന്റെ കംപ്ലൈന്റിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ, അല്ലെങ്കിൽ ഇപ്പൊ എ ആണ് ഉത്തരം എന്നിരിക്കട്ടെ, പക്ഷെ നമ്മൾക്ക് ശരിയായിട്ടുള്ള ഉത്തരം ബി ആണെങ്കിൽ എന്ത് ചെയ്യണം, പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം എ ആണ് വന്നിരിക്കുന്നത് എന്നും അല്ലെ. ഇപ്പൊ ഉദാഹരണം 19ാമത്തെ ചോദ്യം പറഞ്ഞു, ആ ചോദ്യം എന്താണെന്ന് നമ്മൾ ഇവിടെ എഴുതി. അതിനുശേഷം ഇപ്പൊ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം എ വന്നിട്ടുള്ളത്, ശരിയായിട്ടുള്ള ഉത്തരം നമുക്ക് തോന്നിയത് ഏതാണ്, ബി ആണെന്നിരിക്കട്ടെ. അപ്പൊ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്, ബി ആണെന്ന് എഴുതി. എന്തുകൊണ്ട് അത് ബി ആയി വന്നു എന്നുള്ള കാര്യം ഇവിടെ വളരെ ചുരുക്കി ഒന്ന് എഴുതുക. ക്ലിയർ? എന്നിട്ട് വിത്ത് കറക്റ്റ് ഓപ്ഷൻ നമ്മൾ എഴുതണം, എന്തുകൊണ്ടാണ് എന്നുള്ളത് അവിടെ എഴുതിയ ശേഷം ഇതിന് ബന്ധപ്പെട്ട പ്രൂഫ് നമ്മൾ എന്ത് ചെയ്യണം, ഒരു കോപ്പി എടുത്ത് അതിലേക്ക് അറ്റാച്ച് ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത്തെ പാർട്ട് എടുക്കുമ്പോൾ ഈ ഷീറ്റിൽ തന്നെ ചെയ്യരുത്. അടുത്ത മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ അതേപോലെ എന്ത് ചെയ്യണം, പാർട്ട് 2 മലയാളം എന്ന രീതിയിൽ ചെയ്യണം. എന്നിട്ട് നമ്മൾ ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഫോമുകൾ ഏതൊക്കെയാണോ, സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് എൻക്ലോസ്ഡ്, ഇപ്പൊ SCRT ഷീറ്റുകളായിരിക്കാം, SCRT ഫോട്ടോ കോപ്പി എടുത്തിട്ട് SCRT 10ാം ക്ലാസ്സിലത്തെ SCRT 7ാമത്തെ ചാപ്റ്ററിലെ എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാമല്ലോ. അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഷീറ്റ് ഏതാണ് എന്നുള്ളത് കൊടുക്കുക. ഇനിയിപ്പോ നമ്മളെ ഹിസ്റ്ററി ആണ്, അപ്പൊ ശ്രീധര മേനോൻ സാറിന്റെ ടെക്സ്റ്റ് ബുക്കിലെ ഇന്ന ഭാഗത്തെ, അങ്ങനെ ഓതറൈസ്ഡ് ആയിട്ടുള്ള, അതായത് നമുക്ക് ഏതെങ്കിലും ഒരു ഇപ്പൊ വിക്കിപീഡിയന്ന് കിട്ടി അല്ലെങ്കിൽ ഗൂഗിളിൽ നിന്ന് കിട്ടി എന്ന് പറഞ്ഞു കൊടുക്കരുത് കേട്ടോ ഒരിക്കലും. ഓക്കെ, കാരണം അതിൽ തെറ്റുകൾ ഉണ്ടാവും. പക്ഷെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു പബ്ലിഷേഴ്സിന്റെ ടെക്സ്റ്റ് ബുക്കുകൾ, SCRTയുടെ ടെക്സ്റ്റ് ബുക്കുകൾ, NCRTയുടെ ടെക്സ്റ്റ് ബുക്ക്, അതൊക്കെ അക്സെപ്റ്റബിൾ ആയിരിക്കും. ഓക്കെ, അതേപോലെ നമ്മൾ ശരിക്കും റെഫറൻസിന് വെക്കുന്ന ടെക്സ്റ്റ് ബുക്കുകൾ എല്ലാം നമുക്ക് അതിൽ എൻക്ലോസ് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെയുള്ള ടെക്സ്റ്റ് ബുക്ക് ഏതാണ് എന്നുള്ളത് കൊടുക്കുക, പ്ലേസ്, ഡേറ്റ് എഴുതുക, അതേപോലെ സിഗ്നേച്ചർ, നെയിം, നിങ്ങളുടെ റോൾ നമ്പർ എത്രയാണോ അത് ഇവിടെ എഴുതുക, നിങ്ങളുടെ അഡ്രസ്സും കൂടെ ഫില്ല് ചെയ്ത ശേഷം നിങ്ങൾക്കത് സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയി പോയാൽ, അതായത് റെക്ടിഫൈഡ് കീ വരുമ്പോഴേ നമുക്ക് അറിയൂ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ക്യാൻസൽ ആവോ എന്നുള്ള കാര്യം നമുക്ക് റെക്ടിഫൈഡ് കീ വരുമ്പോഴേ അറിയാം. അപ്പോൾ ഈ പ്രൊവിഷണൽ കീയിൽ നിന്നും ഒരു 1-2 മാർക്കിനുള്ള മാറ്റങ്ങളൊക്കെ നമുക്ക് റെക്ടിഫൈഡ് കീ വരുമ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ വരാനായിട്ട് സാധിക്കും. ചിലപ്പോൾ പ്രൊവിഷണൽ കീ പ്രകാരം മാർക്ക് ക്യാൻസൽ ആയി പോയാൽ ആ 1-2 മാർക്ക് നമുക്ക് കൂടും. ചിലതിന്റെയൊക്കെ എ എന്നുള്ളത് ബി ആവും, ബി എന്നുള്ളത് സി ആവാം, അല്ലെ, അങ്ങനെ മാറ്റങ്ങളും വരും. അതിനനുസരിച്ച് 1-2 മാർക്കിന്റെ വ്യത്യാസങ്ങൾ നമുക്ക് വരാം. ഓക്കെ, അപ്പൊ ബോർഡർ ലൈൻ നിൽക്കുന്നവർക്ക് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ എക്സാം എഴുതിയ നിങ്ങളുടെ സുഹൃത്തുക്കളോ കൊലീഗ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഫോർമാറ്റിന്റെ ലിങ്ക് അല്ലെ നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിലേക്ക് കൂടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ ഇതിന്റെ PDF കൂടെ കിട്ടും കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ കേട്ടറ്റ് കാറ്റഗറി 1, 2, 3, 4 എന്നിവിടെ പ്രീമിയം മെന്റർഷിപ്പ് ബാച്ചുകൾ ഇപ്പൊ അവൈലബിൾ ആണ്. ഫ്രീഡം ഓഫർ പ്രമാണിച്ച് ഇന്നും നാളെയും ജോയിൻ ചെയ്യുന്നവർക്ക് സ്പെഷ്യൽ ഓഫറും ഉണ്ട്. അപ്പൊ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ 94465370 നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ അധ്യാപക തസ്തികകളുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേഷൻസും നമ്മുടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് ആദ്യം തന്നെ എത്തിക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം കൂടുതൽ ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണിന്റെ താഴെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വാട്സ്ആപ്പ് ചാനലിലെ ലിങ്കും കൂടെ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് കൂടെ ജോയിൻ ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.